ഒരിക്കൽ പിതാവിനോട് ഒരു കൊച്ചുകുട്ടി ചോദിച്ചു, പപ്പ, നമ്മുടെ ജീവിതത്തിന്റെ ആകെ തുക എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ ആകെ വില എന്താണ്? പപ്പ തന്റെ മകനെ ജീവിതത്തിന്റെ മൂല്യം പഠിപ്പിക്കുവാൻ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഒരു മുത്തെടുത്ത് കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ ടൗണിൽ ചെന്ന് പച്ചക്കറി വിൽക്കുന്ന ഒരു അമ്മയുടെ അടുക്കൽ ചെന്ന് നീ ഈ മുത്തിന്റെ വില ചോദിക്കണം. ആ മുത്തുമായി ആ കുഞ്ഞ് ആ പച്ചക്കറി കച്ചവടം നടത്തുന്ന ആളുടെ അടുക്കൽ ചെന്നു. ആ സ്ത്രീ ആ മുത്ത് കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് ഈ മുത്ത് ഇഷ്ടപ്പെട്ടു മോനെ, ഇതെനിക്ക് തരാമോ? ഞാൻ 200 രൂപ നിനക്ക് തരാം. ആ കുഞ്ഞു പറഞ്ഞു, സന്തോഷം, 200 രൂപ ഇതിൽ നിന്ന് കിട്ടുമെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷേ പിതാവിന്റെ അനുവാദമില്ലാതെ ഈ മുത്ത് എനിക്ക് വിൽക്കുവാൻ കഴിയില്ല. പിതാവിന്റെ അടുക്കലെത്തിയപ്പോൾ പിതാവ് പറഞ്ഞു, അവിടെ കൊടുക്കേണ്ടതില്ല, നീ ഒരു കാര്യം ചെയ്യുക, പുരാവസ്തുക്കൾ വിൽക്കുന്ന മറ്റൊരു കട നമ്മുടെ ടൗണിലുണ്ട്, അവിടെ ചെന്ന് ഈ മുത്തിന്റെ വില തിരക്കുക. ആ കൊച്ചു കുഞ്ഞ് ആ മുത്തുമായി പുരാവസ്തു വിൽക്കുന്ന കടയിലെത്തിയതും അവിടുത്തെ ആൾ ആ മുത്ത് നോക്കിയ ശേഷം പരിശോധിച്ച ശേഷം പറഞ്ഞു, മോനെ, ഞാൻ നിനക്ക് 2000 രൂപ ഈ മുത്തിന്റെ വിലയായി തരാം. ആ കുഞ്ഞ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. 200 രൂപ മാത്രം വിലയിട്ട പച്ചക്കറി കടക്കാരിൽ നിന്ന് എത്ര വ്യത്യസ്തമായ വിലയാണ്! 2000 രൂപ. സന്തോഷത്തോടെയാണ് പിതാവിന്റെ അടുക്കിലേക്ക് അവൻ ഓടിയത്. അപ്പാ, 200 രൂപയ്ക്ക് പകരം 2000 രൂപ തരാമെന്ന് മറ്റൊരാൾ ഏറ്റിട്ടുണ്ട്. സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ പപ്പ പറഞ്ഞു, മോനെ, ആ മുത്തുമായി രത്നങ്ങൾ വിൽക്കുന്ന ടൗണിലെ പ്രശസ്തമായ കടയിലേക്ക് നീ ചെന്നിട്ട് അവിടെ ഒന്ന് വില തിരക്കുക. ആ പിതാവിന്റെ വാക്ക് കേട്ട് മകൻ ആ മുത്തുമായിട്ട് രത്നക്കടയിലേക്ക് ചെന്നപ്പോൾ രത്നവ്യാപാരിയെ മുത്ത് കണ്ട മാത്രയിൽ തന്റെ കടയിലുള്ള വിലയേറിയ ഒരു വെൽവെറ്റ് തുണിയെടുത്ത് ഗ്ലാസിന്റെ മുകളിലിട്ട ശേഷം ആ മുത്ത് അവിടെ വെക്കാൻ പറഞ്ഞു. ഒന്ന് തുടച്ചു മിനുക്കിയ ശേഷം ആ കച്ചവടക്കാരൻ ഇപ്രകാരം ആ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ, പിതാവിനോട് വിളിച്ചു പറ, ഞാൻ നിനക്ക് ഈ മുത്ത് എനിക്ക് തന്നാൽ 2 ലക്ഷം രൂപയെങ്കിലും ഞാൻ നിനക്ക് വില തരാം. ആ മകൻ എന്തു പറയണമെന്ന് അറിയാതായി പിതാവിനെ വിളിച്ചു പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു, മോനെ, അതാണ് ആ മുത്തിന്റെ യഥാർത്ഥ വില. ആ മുത്തിന്റെ യഥാർത്ഥ വില അറിഞ്ഞത് വഴിയരികിൽ ഇരുന്ന പച്ചക്കറി കച്ചവടം നടത്തുന്ന ആള് കണ്ടത് ഒരേ മുത്താണ്, പഴയ സാധനങ്ങൾ വാങ്ങി വിൽക്കുന്ന ആള് കണ്ടത് ഒരേ മുത്ത് തന്നെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ആ മുത്തിന്റെ വില അറിഞ്ഞത് രത്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, മദ്യത്തിന് അടിമപ്പെട്ട്, ലഹരിക്ക് അടിമപ്പെട്ട് ഇങ്ങനെ ജീവിച്ചാൽ എങ്ങനെയെങ്കിലും മരിക്കും, എന്തെങ്കിലും ഒരു ദിവസം മരിക്കും, എന്നാൽ മരിച്ചുകൂടെ എന്ന് ചിന്തിച്ച് എപ്പോഴെങ്കിലും അത് സംഭവിക്കില്ലേ, ശരീരം നഷ്ടപ്പെട്ടാൽ എന്ത്, ആരോഗ്യം നഷ്ടപ്പെട്ടാൽ എന്ത് എന്ന് ചിന്തിച്ച് മുന്നേറുന്നവരോട് ഈ കഥ വളരെയധികം ശക്തമായി സംസാരിക്കുകയാണ്. നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തേണ്ടതല്ല, ഈ ജീവിതം വേസ്റ്റാക്കി കളയേണ്ടതല്ല, ഈ ജീവിതം സർവശക്തനായ ദൈവത്തിന്റെ ദാനമത്രേ. ഒരു മനുഷ്യന്റെ ജീവൻ തിരിച്ചറിയുക, ജീവന്റെ വില തിരിച്ചറിയുക. നമ്മുടെ ഓരോരുത്തരെയും ജീവിതം 60, 70, 80 വർഷം കൊണ്ട് ഈ ഭൂമിയിലെ 6 അടി മണ്ണിലേക്ക് ഒതുങ്ങി തീരേണ്ടതല്ല എന്നുള്ള പാഠം, ആ മൂല്യം നമ്മൾ തിരിച്ചറിയണം.